എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പ്രസ് മീറ്റിന് വന്നിരിക്കുന്ന എല്ലാ മീഡിയാസിനോടും ആദ്യം തന്നെ നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ എല്ലാവരും എത്തിയതിന് ഒരുപാട് താങ്ക്സ്. ഞങ്ങളുടെ പുതിയ ഒരു സിനിമയാണ്, ഞങ്ങൾ ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണ്, ഞങ്ങളുടെ ബുക്കോ സിനിമ പ്രൊഡക്ഷൻസ് എന്നാണ് ഞങ്ങളുടെ കമ്പനിയുടെ പേര്. അതിൻ്റെ ഒരു ഫസ്റ്റ് ചിത്രമാണ്, മൂവിയാണ് ലീച്ച് എന്ന് പറഞ്ഞാൽ അട്ട എന്നാണ്. അട്ടയെ നമുക്കറിയാലോ, അട്ട നമ്മൾ ചോര കുടിക്കുന്ന അതാണ്. അപ്പോൾ അത് നമ്മൾ ചോര കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അപ്പം തന്നെ അറിഞ്ഞിരുന്നെങ്കിൽ നമുക്കതിനെ പെട്ടെന്ന് തന്നെ എടുത്ത് കളയാം. ഒരു ഉപ്പോ അല്ലെങ്കിൽ ഡെറ്റോളോ എന്തെങ്കിലും ഒഴിച്ചാൽ അതങ്ങ് പോയിക്കോളും. പിന്നെ 2-3 ദിവസം അതിൻ്റെ ഒരു ചൊറിച്ചിലൊക്കെ ഉണ്ടാവും, അങ്ങനെ അതിനെ മറക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മൾ അതിനെ അറിഞ്ഞില്ലെങ്കിൽ, അത് നമ്മുടെ ദേഹത്ത് ഒട്ടിക്കിടക്കുന്നത് ഞങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ, അത് ഞങ്ങളുടെ ചോരം കുടിക്കുകയും നിങ്ങളുടെ മരണത്തിലേക്ക് തന്നെ നയിക്കാവുന്ന ഒരു സംഭവമായിട്ട് മാറും. അത് തന്നെയാണ് ഈ കഥയുടെ ഒരു ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത്. ഇത് ഒരു നമുക്ക് ചുറ്റുപറ്റി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം നമ്മൾ അതിൽ ആരാണ് നമ്മളെ വിശ്വസിക്കാവുന്നവർ, ആരാണ് നല്ലവർ ഒന്നും നമുക്ക് മനസ്സിലാവില്ല. നിങ്ങളുടെ കൂടെ ഉണ്ടാവും, പഴകും, ചിരിക്കും. പക്ഷേ നിങ്ങൾ ചോര കുടിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടാവാം. നിങ്ങളത് അറിയുന്നില്ലെങ്കിൽ നിങ്ങളെ വലിയ പ്രശ്നങ്ങളിലേക്ക് ചെന്നുപെടും. പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റിയാൽ രക്ഷപ്പെടും. അപ്പോൾ അതാണ് നമ്മുടെ ഒരു സബ്ജക്റ്റ്. അപ്പോൾ അതിൽ നമ്മൾ പുതിയ ആൾക്കാരാണെന്ന് മാത്രമേ ഉള്ളൂ. ടെക്നിക്കൽ സൈഡിൽ ഞങ്ങൾ വളരെ ശ്രദ്ധിച്ചിട്ടാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ആരിയൽ എക്സ പോലുള്ള 2 ക്യാമറ, അനാമോർഫിക് ലെൻസിലാണ് ഞങ്ങൾ ഈ സിനിമ മുഴുവൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അനാമോർഫിക് ലെൻസ് വെച്ചിട്ട് ഒരു മുഴുവൻ സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നൊരു സംശയമുണ്ട്. ഇതിനു മുന്നേ ലൂസിഫർ, കുറുപ്പ്, അതുപോലെ തന്നെ സല്യൂട്ട് അങ്ങനെയുള്ള സിനിമകളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് അനാമോർഫിക് ലെൻസ്. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി, ഒരു വിഷ്വൽ ക്വാളിറ്റി നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ പ്രതീക്ഷിക്കാം. കാരണം ഞങ്ങളും സിനിമ കാണുന്നവരാണ്. അപ്പം ഞങ്ങൾ വെറുതെ ഒരു ആക്ഷൻ പടം എടുത്തിട്ട് നിങ്ങളെ മുന്നിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ആ പുതിയ ടീമാണ്, പക്ഷേ ഒരു പുതിയൊരു മേക്കിംഗ് ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാഴ്ചയിൽ കാണും. നിങ്ങൾ എടുക്കുന്ന പൈസക്കൊരു വിഷ്വൽ ബ്യൂട്ടി, ഒരു വിഷ്വൽ ട്രീറ്റ്, ഒരു പുതിയ ഒരു പരീക്ഷണം നമ്മൾ ഈ മേക്കിങ്ങിൽ കൊണ്ടുവരാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ചിത്രം സിനിമ തിയേറ്ററിൽ വന്ന് കാണുക. കാരണം ഞങ്ങളെപ്പോലുള്ള പുതിയ പ്രൊഡക്ഷൻ കമ്പനി ആയിക്കോട്ടെ, പുതിയ മുഖങ്ങളായിക്കോട്ടെ, നിസാമൊക്കെ അസാധ്യ കലാകാരനാണ്. മിമിക്രിയും അതൊക്കെ ആയിട്ട്, സിംഗിങ്ങും ഒക്കെ ആയിട്ട് ഒരുപാട് വേദികളിൽ നിറഞ്ഞു നിൽക്കുന്ന ആളാണ്. അങ്ങനെ എല്ലാവരും ഒരുപാട് സ്വപ്നം അഭിനയിക്കാനുള്ള ഈ കുട്ടിയൊക്കെ ഒരുപാട് കാലമായി മേഖലയിൽ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങളുടെ പ്രൊഡക്ഷൻ കമ്പനിയുടെ ഉദ്ദേശവും പുതിയ ഫേസസിനെ കൊണ്ടുവരിക, പുതിയ റൈറ്റേഴ്സ്, അതുപോലുള്ള പുതിയ പ്രൊജക്ട്സ് ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് വേണം ഞങ്ങൾക്ക്. ഞങ്ങളുടെ സിനിമ മാർച്ച് 14-ന് 4 ഭാഷകളിൽ, 3 ഭാഷകളിൽ നിങ്ങൾ ഡബ് ചെയ്ത്, മലയാളം, തമിഴ്, തെലുങ്ക്, ഈ 3 ഭാഷയിൽ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സൗത്ത് ഇന്ത്യ മുഴുവൻ റിലീസുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ആ സിനിമ കാണണം. മാർച്ച് 14-ന് നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾ ഒന്നും കൂടി റിക്വസ്റ്റ് ചെയ്യുന്നു. അനുവേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കഷ്ടപ്പാടുകളോട് കൂടി നമ്മൾ ചെയ്തു വന്നൊരു സിനിമയാണ്. അതാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്കൊക്കെ വരാൻ പോകുന്നത്. 14-ാം തീയതി നമ്മളെല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ മാക്സിമം ഒന്ന് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നോക്കുക. ഒരുപാട് കഷ്ടപ്പാടുണ്ടായിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് മൂവിയാണിത്, ഫസ്റ്റ് ആക്ഷൻ മൂവിയാണ്. ഞാനൊന്നും ഫൈറ്റ് എന്താന്ന് പോലെ വീട്ടിലിങ്ങനെ ചുമ്മാ തിരിഞ്ഞു പറഞ്ഞ് നടക്കുക എന്നല്ലാതെ ഫൈറ്റൊന്നും ചെയ്ത് എനിക്ക് ഒരു ശീലവും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവരുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് നമുക്ക് അതൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റി. നമ്മുടെ ബുക്ക് ഓഫ് സിനിമ എനിക്ക് നല്ലൊരു ക്യാരക്ടർ തന്നെ അതിന് തന്നു. സംസാരിക്കുന്നില്ല, ബാക്കി കാര്യങ്ങൾ സാൻഡി പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ബുക്ക് ഓഫ് സിനിമയുടെ പേരിലും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലും വലിയൊരു നന്ദി അറിയിക്കുകയാണ്. കാരണം നിങ്ങൾ വിചാരിച്ചാൽ ഒരു കലാകാരനെ വളർത്താനും സാധിക്കുന്ന രീതിയിലുള്ളൊരു മീഡിയ വളർച്ച വലിയ ഒരു സംഭവമായിട്ട് തന്നെ ഇരിക്കുകയാണ്. ഇപ്പോൾ നേരത്തെ അനൂപ് പറഞ്ഞ പോലെ നമ്മൾ ടെക്നിക്കൽ വൈസ് നല്ല സൗണ്ടിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇരുന്ന് തള്ളാണെന്ന് വിചാരിക്കും. നല്ല സത്യസന്ധമായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. ഞങ്ങൾ രജനി സാറിന് ഡാൻസൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഷെരീഫ് മാസ്റ്ററെ കൊണ്ടാണ് ഡാൻസ് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. ഒരുപാട് സിനിമകൾ തമിഴിലെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഡേഞ്ചർ മണി എന്ന് പറഞ്ഞൊരു സ്റ്റണ്ട് മാസ്റ്റർ വെച്ചിട്ടാണ് ഞങ്ങൾ സ്റ്റണ്ട് ചെയ്തിരിക്കുന്നത്.
ആർട്ട് ദൃശ്യത്തിന്റെ രാജീവ് കോവിലകാണ്, അദ്ദേഹമാണ് നമ്മുടെ ആർട്ട് വർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നിൽ മുരളിയുടെ വിതുര അല്ലെ, പ്രദീപാണ് നമ്മുടെ മേക്കപ്പ് ചെയ്തിരിക്കുന്നത്. പിന്നെ അശോക ചേട്ടനാണ്, അന്ന് സ്റ്റേറ്റ് അവാർഡ് ഉണ്ടായിരുന്നു റഫീഖ് ാണ് അതിന്റെ ഷോർട്ട് ഫിലിം നെയിമായിട്ട് ഇട്ടിരിക്കുന്നത്. സിദ്ദിഖ് മേക്കോൺ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഞങ്ങൾ ബുക്കോ സിനിമ പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞ കമ്പനി സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ നമ്മളെ കൂടെയുള്ള ഒരു സുഹൃത്താണ്, നല്ലൊരു സുഹൃത്താണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് പടം ഡിസ്കസ് ചെയ്തതും ചർച്ച ചെയ്തതും. നമ്മളൊരു ബഡ്ജറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ബഡ്ജറ്റിന്റെ കൂടുതൽ 3 ഇരട്ടിയിലൊക്കെ കൂടുതൽ പോയി. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ കൂടെ യാത്ര ചെയ്യാൻ തീരുമാനിച്ചാൽ പിന്നെ നമ്മളത് കൂടെ യാത്ര ചെയ്യാതെ അവസാനിപ്പിക്കുക എന്നുള്ള ഇതിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹം എന്താ പറയുക, പലരോടും പറഞ്ഞു പറ്റിക്കുന്ന രീതിയിലുള്ള കുറച്ച് ഇൻസിഡൻസ് ഉണ്ടായി. ഞങ്ങളുടെ ഒരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ നിന്നൊക്കെ ഒരുപാട് കാശ് വേറെ പ്രൊജക്റ്റ് എന്നൊക്കെ പറഞ്ഞ് വാങ്ങിയത് നമ്മൾ പോലും അറിഞ്ഞിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തെ ഒരു സ്വന്തം അനുജനെ പോലെയൊക്കെ സ്നേഹിച്ചത് കൊണ്ടും സപ്പോർട്ട് ചെയ്ത് തന്നു. അപ്പോൾ അങ്ങനെ മൊത്തത്തിലൊരു കുറച്ച് നമ്മൾ പറഞ്ഞു പറ്റിക്കുന്ന രീതിയിലായിപ്പോയി മൊത്തത്തിലെല്ലാം. അപ്പോൾ അത് നമ്മളവരോട് ചോദിച്ചു. അപ്പം ഇങ്ങനെ പടം റിലീസാവുന്നതിനെക്കാട്ടി മുന്നേ നമുക്കൊന്ന് തോന്നിയിരുന്ന് സംസാരിക്കണം എന്നൊക്കെ ഞാൻ അദ്ദേഹത്തെ പറഞ്ഞു. പക്ഷെ മൂപ്പര് അങ്ങനെ ഒരു പിടുത്തം തരാതെ മാറി നടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ സിനിമയിലുള്ള ഈ പേര് പറഞ്ഞ ലീച്ച് അട്ട എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ കൂടെ നിന്നിട്ട് നമ്മൾ സംസാരിച്ച് പടം തുടങ്ങുമ്പോൾ ഇൻവെസ്റ്റേഴ്സ് കൊണ്ടുവരാം, കണക്ഷൻസ് ഉണ്ട്, ബിസിനസ് ആക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പല ആൾക്കാരും വരും. അപ്പോൾ നമ്മൾ അദ്ദേഹത്തെ കണ്ടതും നമ്മളങ്ങനെ നമ്മളെ കൂടെ തന്നെ യാത്ര ചെയ്യുന്ന ഒരാളാണെന്നുള്ളതാണ്. പക്ഷേ വർക്കിൻ്റെ വയസ്സിലൊന്നും അയാളൊരു മോശമായിട്ടുള്ളൊരു വർക്കും ചെയ്തിട്ടില്ല. എല്ലാം നല്ല വർക്കിൻ്റെ കാര്യത്തിൽ ക്വാളിറ്റിയുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് തന്നിട്ടുണ്ട് പ്രൊജക്റ്റ്. പക്ഷെ ഇങ്ങനെയുള്ള ചെറിയൊരു സാമ്പത്തിക പ്രശ്നം നമ്മൾ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറൊക്കെ ആയിട്ടുള്ള ഒരു വിഷയം കിടക്കുന്നതുകൊണ്ട് ഞങ്ങൾ അവരോട് പറഞ്ഞിരുന്നു, നമ്മൾ പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കാട്ടി മുന്നേ നമുക്ക് തോന്നിയിരുന്ന് സംസാരിക്കണം, എല്ലാം ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അത് തയ്യാറായില്ല. ഇനിയിപ്പോൾ നമ്മൾ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ലീഗലായിട്ട് പോകണമെന്നൊക്കെ പറയുന്നുണ്ട് അദ്ദേഹത്തിനെതിരെ. ഞങ്ങൾ ചെന്നൈയിൽ വെച്ചിട്ടായിരുന്നു നമ്മൾ ഇതിൻ്റെ പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾ സോങ് അതുപോലെ ഓഡിയോ ലോഞ്ചും ട്രെയിലർ ലോഞ്ചും നമ്മളിത് രണ്ടും ഞങ്ങൾ ചെന്നൈയിൽ വെച്ച് ഇന്നലെ കഴിഞ്ഞു. അവിടെ നിന്നാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അന്ന് മുതൽ തന്നെ നമ്മൾ കൂടെ ഉണ്ടാവണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹം സഹകരിക്കാത്തതുകൊണ്ടും അദ്ദേഹം ഇങ്ങനെയുള്ള ചില ചതികൾ കാണിച്ചതുകൊണ്ടും നമ്മളെ കൂടെയുള്ള ടെക്നീഷ്യന്മാരായാലും നമ്മൾ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സിനൊക്കെ എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ പേര് വെക്കേണ്ട, അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ പോട്ടെ, നമുക്ക് അങ്ങനെ ചെയ്യാം, അതുപോലെ ചിലപ്പോൾ ആ പേര് വെച്ചിട്ട് പിന്നെ വേറൊരു പ്രൊഡ്യൂസറെയും കൂടി പറ്റിക്കാൻ നിൽക്കണ്ട എന്നുള്ളൊരു സൂചന എല്ലാം കൊടുക്കാമെന്നുള്ള അർത്ഥത്തിലാണ് പിന്നെ നമ്മളത് അദ്ദേഹത്തെ ഇപ്പോൾ കാണാത്തത്. പക്ഷേ ബഡ്ജറ്റ് കൂടിപ്പോയി. അതിപ്പോൾ ഞങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പം ഈ സിനിമക്ക് ബഡ്ജറ്റ് കൂടിപ്പോയി. ഞാനും അദ്ദേഹത്തൊക്കെ ചിന്തിച്ചിരുന്നത് ഈ പടം കഴിഞ്ഞാലും വേറെ പടങ്ങളും നമ്മൾ ബുക്കോ സിനിമ പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു സിനിമ ചെയ്തിട്ട് ഡിസ്പോസ് ചെയ്യാനല്ല, കൂടുതൽ പ്രൊജക്ട്സുകൾ ഉണ്ടാവുക. ചിലപ്പോൾ ചില പ്രൊജക്റ്റുകളിൽ ഇപ്പോൾ നഷ്ടം വന്നേക്കാം, അടുത്ത പ്രൊജക്റ്റിൽ നമുക്ക് ലാഭം ഉണ്ടാക്കിയേക്കാം. അപ്പോൾ ചിലപ്പോൾ സംഭവിച്ചേക്കാം. അദ്ദേഹം പറയുന്ന പോലെ ചിലപ്പോൾ അങ്ങനെ കുറച്ച് കൂടിപ്പോയി, ആ റേറ്റ് കൂടിപ്പോയി, ഇത് റേറ്റ് കൂടിപ്പോയി എന്നൊക്കെ പറയാം. പക്ഷെ അതിലുപരി നമുക്ക് വിശ്വസിച്ച ഒരാൾ ചതിച്ചു എന്നുള്ളതാണ് ഇതിലുള്ള വിഷയം. അല്ലാണ്ട് പറ്റിക്കപ്പെട്ടു എന്നുള്ളതല്ല. ഒരു വിശ്വസിച്ച ആൾ നമ്മളെല്ലാവരെയും നുണ പറഞ്ഞു പോയി എന്നുള്ളതാണ്. അപ്പം എന്നെക്കളിയൊക്കെ മുമ്പേ പരിചയമുള്ള ആളാണ് ശ്രീ കിരൺ. ഇദ്ദേഹമാണ് ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ. ഇതിൽ 3 പാട്ടുകളാണുള്ളത്. തമിഴിൽ 2-3 സിനിമകൾ ചെയ്തിട്ടുള്ളതാണ്. എന്നെക്കളിയൊക്കെ മുന്നേ പരിചയമുള്ള ആളാണ് നമ്മുടെ ഡയറക്ടറായിട്ട്. പക്ഷേ അദ്ദേഹത്തെ പോലും എത്രയോ കാലമായിട്ട് പരിചയമുള്ള ആളെ പോലും അദ്ദേഹം പറഞ്ഞു നുണകൾ പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരുന്നു എന്നുള്ളത് വ്യക്തമാക്കിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലൂടെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സിനിമയുടെ ടൈറ്റിലും ഞങ്ങൾ SM എന്നുള്ളത് ഷോർട്ടാക്കിയിട്ട്, കാരണം ആ പേര് വെച്ചിട്ട് അദ്ദേഹം വേറൊരാളെ പറ്റിക്കരുത് എന്നുള്ളൊരു ആഗ്രഹമുള്ളതുകൊണ്ടാണ്. അറിയാൻ പറ്റും. ഇപ്പൊ 4 ലാംഗ്വേജിൽ ഇറങ്ങുന്നു, അത് അദ്ദേഹം തന്നെയാണ് ചെയ്യുന്നത്. ആ രീതിയിലൊക്കെ വേറെ പറഞ്ഞു നടക്കുന്നു എന്ന രീതിയിലാണ്. അതുകൊണ്ടാണ് വേറൊരു പ്രൊഡ്യൂസറെ അതായത് ഇപ്പം ഒരുപാട് പേര് പറ്റിക്കപ്പെടുന്നുണ്ട്. ഇങ്ങനെ 3 ലാംഗ്വേജസിൽ ഇത് ഇറങ്ങുമ്പോൾ പിന്നെ അതിനുള്ള ചാൻസ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനൊരു വേണമെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് അദ്ദേഹത്തിന് വേണമെങ്കിൽ കേസ് കൊടുക്കാം. എന്റെ ഒരു വർക്ക് എന്റെ പേര് വെക്കാതെ ഇറക്കി എന്ന് വേണമെങ്കിലും കൊടുക്കാൻ പറ്റുമല്ലോ. തീർച്ചയായിട്ടും. പക്ഷെ അദ്ദേഹത്തിന് അത് ചെയ്യാൻ പറ്റില്ല. കാരണം അതിനേക്കാൾ 4 ഇരട്ടി കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ട് പറയാനുണ്ട്. ഇപ്പൊ പറഞ്ഞ പോലെ അദ്ദേഹം പറഞ്ഞ പോലെ അദ്ദേഹം വർക്ക് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് ആ ഷൂട്ടിന്റെ റഫ് എന്നുള്ളത് അതിനുശേഷമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വീണ്ടും അദ്ദേഹത്തിന്റെ ഒരു ഹെൽപ്പ് ഇല്ലാണ്ട് പല രീതിയിലും മുന്നോട്ട് കൊണ്ടുപോയിട്ടാണ് തീർത്തിരിക്കുന്നത്. മുടിക്കൽ തന്നെയാണ്.
പക്ഷെ അതുപോലുള്ള ഒരു ചതി നടന്നു. ഒരു അട്ടയായിട്ട് തന്നെ നമ്മുടെ ദേഹത്ത് ഒട്ടി നിന്നിരുന്നു. പക്ഷെ ആ ചോര കുടിക്കുന്നത് കൊണ്ട് എനിക്ക് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ പൈസ സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൊക്കെ നേരിട്ടിട്ടുണ്ട്. എന്നതിലുപരി ഇപ്പോൾ ഞാനും നിങ്ങളും ഒരു സുഹൃത്താണ്. അപ്പോൾ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങളടുത്ത് നിങ്ങൾ സീറോ ആണെന്ന് അറിഞ്ഞുകൊണ്ടാണ്. നിങ്ങൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരാളല്ല, നിങ്ങളടുത്ത് പൈസയില്ല, ഒന്നുമില്ല. പക്ഷെ എൻ്റെയും നിൻ്റെയും സ്വപ്നം ഒന്നാണ്, സിനിമ. അപ്പം ഞങ്ങൾ കൂടെ നിൽക്കാം. എൻ്റെ അടുത്തും ഒരുപാട് പൈസ ഉണ്ടായിട്ടോ എന്നുള്ളൂ. നമ്മൾ വിശ്വസിക്കുന്ന കുടുംബക്കാർ, സുഹൃത്തുക്കളും എല്ലാവരും ഉണ്ട്. അങ്ങനെയാണ് ഒരു സിനിമ സംഭവിച്ചത്. അപ്പോൾ ആ സിനിമ നിങ്ങളുടെയും സ്വപ്നമാണ്, എൻ്റെയും സ്വപ്നമാണ്. അപ്പോൾ അതിൽ കൂടെ നിൽക്കുന്നവരോടെങ്കിലും ഏതെങ്കിലും ഒരാളോടെങ്കിലും ഒരു ജെനുവിനായിട്ട് ഉണ്ടാവുക എന്നുള്ളതാണ്. ആ ജെനുവിനായിട്ട് അദ്ദേഹം കാണിച്ചില്ല എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. എന്നെ വേദനിപ്പിക്കുന്നതും അതാണ്. എനിക്ക് പൈസയേക്കാൾ കൂടുതൽ നമ്മൾ വിശ്വസിച്ച ഒരാൾ നമ്മളെ ചതിച്ചു. സ്നേഹിച്ച ഒരു അനുജനെ പോലെ അല്ലെങ്കിൽ സുഹൃത്തിനെ പോലെ സ്നേഹിച്ച ഒരാൾ നമ്മൾ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടേയിരുന്നു. നമ്മളെ പറ്റി വേറെ ആളോട് കുറ്റം പറയുക. അതുപോലെ ഞങ്ങളുടെ കൂടെയുള്ള എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഇടുന്ന് വേറെ എന്തൊക്കെയോ പറഞ്ഞ് അവരെ മകളെ ഒക്കെ സിനിമയിലൊക്കെ അടുത്ത ചാൻസ് കൊടുക്കാം, പുതിയ പ്രൊജക്ട് ഓൺ ആക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞ് പൈസ ഒരുപാട് വാങ്ങിച്ചു. അത് ഭീമമായ പൈസകൾ അദ്ദേഹം വാങ്ങിച്ചു കഴിഞ്ഞു. ഇപ്പൊ അദ്ദേഹത്തിന് എവിടെ നമുക്ക് വിളിച്ചിട്ടും ഇവര് വരുന്നില്ല, ഇരുന്നിട്ട് അതിങ്ങനെ വീട്ടും. നമുക്കറിയാം അവരുടെ അടുത്ത് സീറോ ആണ് പൈസ. പക്ഷെ നമ്മളടുത്ത് വിളിച്ചിട്ട് അടുത്ത് ക്രിയേറ്റിവിറ്റി ഉണ്ട്, സ്ക്രിപ്റ്റ് ഉണ്ട്, നല്ല നല്ല കഥകൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്, ക്രിയേറ്റിവിറ്റി ഉണ്ട്. അത് വെച്ച് നമുക്ക് എങ്ങനെ തിരിച്ചു പിടിക്കാം, ഒരുമിച്ച് പോകാം എന്നൊക്കെ നമ്മൾ സംസാരിച്ചതാണ്. പക്ഷെ അദ്ദേഹം പിടിതരാതെ, ഉള്ളിൽ കുറ്റബോധം മുഴുവൻ നിറഞ്ഞതുകൊണ്ടാവണം പിടിതരാതെ മൂപ്പര് നടക്കുകയാണ്. അപ്പോൾ ചിലപ്പോ അച്ഛനില്ലാത്ത കുട്ടിയും ലോകത്തിൽ എവിടെയൊക്കെ നേടിയിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെ സംഭവിക്കട്ടെ. നമ്മുടെ സിനിമ ഇപ്പൊ നമ്മൾ ഒരാൾക്ക് ഒരു പൈസ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു പ്രോജക്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് നമ്മൾ അന്വേഷിക്കൂല അയാൾ എത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആണ്, അല്ലെങ്കിൽ ഇത് വർക്ക് ചെയ്താൽ ആരെങ്കിലും പരിചയമുണ്ടോ, ഇൻഡസ്ട്രിയിൽ എത്രത്തോളം ഡെവലപ്ഡ് ആയ ഒരാളാണ് നമ്മൾ ഉറപ്പായിട്ട് അന്വേഷിക്കും. ഇതിന് പോലെ പ്രോജക്ട് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ കുറെ മുന്നേ ഒരു കുട്ടികളുടെ സിനിമ ചെയ്തിട്ട് സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന്. പക്ഷേ ഈ വർക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് കഴിവില്ലാത്തൊരു സംവിധായകനല്ല എന്ന്. ഈ വർക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിന്റെ ഫ്രെയിംസ് ആയാലും അതിന്റെ ബ്യൂട്ടി ആയാലും. ഇപ്പം ഓരോ ഞാനീ പറഞ്ഞ